ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ സംഭവങ്ങളൊക്കെ കണ്ടായിരിക്കും. എനിക്ക് നല്ല പനിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്താ പറയുക സൗണ്ട് ഡിഫറൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും തമിഴിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളുടെ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ ഇതിൻ്റെ എന്താ പറയുക, ഇത് ആക്ച്വലി നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ് എന്ന് പറയുന്ന നിങ്ങൾക്കറിയാം ഒരു അമേരിക്കൻ ബാങ്കിങ് എക്സ്പ്രസ് കമ്പനിയാണ്. അവർ ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള സർവീസും സംഭവങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ക്രെഡിറ്റ് കാർഡ്സുകൾക്ക് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫോണുകളിൽ ഇപ്പോൾ ആപ്പിളിന് ഭയങ്കര വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഇപ്പോൾ വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ് കിട്ടാൻ ഭയങ്കര പാടാണ്. വേറെ ഓൾറെഡി കാർഡുകളൊക്കെ ഉണ്ടായാൽ മാത്രം ഒരു നോർമലി കാർഡ് കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം പ്രൂഫും ITR അല്ലെങ്കിൽ ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ ITR കാണിച്ചു കൊടുക്കണം. അങ്ങനെ കുറേ ഭയങ്കര നിർബന്ധങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇപ്പോൾ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുണ്ട്. പക്ഷേ അവർ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് പിൻകോഡ് കുറേ ഇഷ്യൂകളുണ്ട്. നമുക്ക് നമ്മുടെ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരൊന്നും സർവീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഇതിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തൊട്ടേ ഇതിൻ്റെ എൻ്റെ ബാങ്കിൻ്റെ സാലറി അക്കൗണ്ട് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് റെഫറൽ വന്നിട്ട് എനിക്ക് ഓൾറെഡി ഒരു പ്രീ അപ്രൂവൽ ഓഫർ സംഭവങ്ങളൊക്കെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിൻകോഡ് സർവീസുകളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ അവരുടെ സൈറ്റിലൊന്നും ഇപ്പോഴും തൃശ്ശൂരും സംഭവമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്നലെ ആക്ച്വലി അവരുടെ സൈഡിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ചപ്പോൾ ഓക്കെ അപ്ലൈ ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഫ്രീ കാർഡും സംഭവം നല്ല നിങ്ങൾക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡ് ലെഫ്റ്റ് ടൈം ഫ്രീ സംഭവമൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഫ്രീ ആക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. ഇപ്പോൾ ഇവരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആകെ 4-5 കാർഡുകളുള്ളൂ കേട്ടോ. ഒരെണ്ണം അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം കാർഡ്, അത് ഏറ്റവും ഹൈ എൻഡ് കാർഡാണ്. 70,000 രൂപയൊക്കെ നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരും. പിന്നെ ഇവർ ഏറ്റവും എൻട്രി ലെവൽ കാർഡാണ് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സ്മാർട്ട് കാർഡ് കാർഡ്. അത് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ മെമ്പർഷിപ്പ് റിവാർഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കായിരിക്കും നല്ലത് കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. നമ്മുടെ ആനുവൽ നമുക്ക് ജോയിനിങ് ചാർജ് വരുന്ന 1000 രൂപയാണ്. നമുക്ക് ആനുവൽ ചാർജ് വരുന്നത് 4500 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 1,00,000 താഴെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് പകുതി വരെ കുറയും കേട്ടോ. ഫുള്ള് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എത്ര ലിമിറ്റ് ഞാനത് കറക്റ്റ് നോക്കിയിട്ട് പറയാം. എനിക്ക് ആക്ച്വലി ഏതാ അപ്രൂവ് ആയിരിക്കുന്നത് ഇതിലോട്ട് ഒരു കൺഫേം പറഞ്ഞിട്ടില്ല. നമുക്ക് അപ്രൂവൽ മെസ്സേജും അതുപോലെ തന്നെ ഇമെയിൽസും സംഭവങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ ലിമിറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അവർ ആക്ച്വലി ഓൺലൈനായിട്ട് ലിങ്ക് അയച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് ഞാൻ ആക്ച്വലി നമ്മുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊന്നും ഓഫ്ലൈൻ ആർക്കും ഷെയർ കൊടുക്കാറില്ല. അത് ബാങ്കിന്റെ സ്റ്റാഫ് ആയിക്കോട്ടെ ആരായാലും നമ്മുടെ പാൻ കാർഡ് അങ്ങനെ സംഭവം ഞാൻ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഭയങ്കര റിസ്കി പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി അവരോട് പറഞ്ഞു നമുക്ക് ലിങ്ക് അയച്ചെന്നാൽ മതി, ഞാൻ അപ്ലൈ ചെയ്തോണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ബാങ്കിന്റെ ഡയറക്റ്റ് ബാങ്ക് ലിങ്ക് തന്നെ നമുക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കൂടെ അപ്ലൈ ചെയ്തു. നമുക്ക് ഇൻകം പ്രൂഫോ സംഭവമൊന്നും ആവശ്യം വന്നില്ല. നമുക്ക് ഓൾറെഡി പ്രീ അപ്രൂവൽ കിടക്കുന്ന കാർഡ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ അവർ ഓൾറെഡി കാണിച്ചു യുവർ കാർഡ് ഇസ് കണ്ടീഷണലി അപ്രൂവ്ഡ് എന്ന് കാണിച്ചു. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് 95% കിട്ടും. അങ്ങനെ നിങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് യുവർ കാർഡ് ഇസ് കണ്ടീഷണലി അപ്രൂവ്ഡ്, യുവർ ലിമിറ്റ് എന്ന് ഇങ്ങനെ കാണിക്കും. നോ നീഡ് ഓഫ് ഇൻകം പ്രൂഫ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അപ്പോൾ എനിക്ക് ലിമിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് 3 to 4 lakh ലിമിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് ലിമിറ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും 95% കാർഡ് അപ്രൂവ് ആവട്ടെ. വീഡിയോ KYC മാത്രം ഉണ്ടാക്കി, പിന്നെ അതിനുശേഷം വീഡിയോ KYC മാത്രം ഉണ്ടെന്നുള്ളൂ. വീഡിയോ KYC ഞാൻ ഇന്നലെ ഒരു കാലത്ത് 9 വരെയൊക്കെയാണ് ചെയ്തത്. ഒരു മണിക്കൂറായപ്പോഴേക്കും സാധനം മെസ്സേജ് വന്നിട്ട് നമുക്ക് ഇമെയിൽ സംബന്ധം നിങ്ങൾ സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കാം. അപ്രൂവ് ആയ മെസ്സേജും സംഭവങ്ങളൊക്കെ വന്നു. പിന്നെ ഒരു ആപ്പ് സംഭവമുണ്ട്, MX India എന്നൊരു ആപ്പ് ഉണ്ട്. ആക്ച്വലി കാർഡ് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡീറ്റെയിൽസ് സംഭവങ്ങൾ കിട്ടുള്ളൂ. ഞാൻ അവരുടെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇവർക്ക് വെർച്വൽ കാർഡ് എന്ന് പറഞ്ഞാൽ പരിപാടി ഇല്ല. ഓൾറെഡി ഫിസിക്കൽ കാർഡ് വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് വെർച്വൽ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി അവരുടെ ഇമെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമെയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 3 to 7 days പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തോന്നുന്നു എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കാർഡുകളുടെ കാര്യം പറയാം. ഞാൻ എന്തായാലും നമ്മുടെ ഇതിൻ്റെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അപ്രൂവ് ആവുന്നുണ്ട്. പിൻകോഡ് ട്രിവാൻഡ്രം ആവുന്നുണ്ട്, കൊച്ചി ആവുന്നുണ്ട്, തൃശ്ശൂർ ഇപ്പോൾ ഞാൻ കോട്ടയം ആവുന്നുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട്. ആലപ്പുഴ ഡൗട്ട് ഉണ്ട് കേട്ടോ. അത് എന്താ വെച്ചാൽ വേറെ സൈറ്റിലൊന്നും ഇത് മെൻഷൻഡ് അല്ല. സൈറ്റിലാകെ കൊച്ചിയും ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 5-6 ഡിസ്ട്രിക്ട്സ് നമ്മുടെ കേരളത്തിലത്തെ ആവുന്നുണ്ട്, അപ്രൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള 5-6 ഡിസ്ട്രിക്ട്സ് ആവുന്നുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ അത് രക്ഷയുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഈ പിൻകോഡിൽ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ബാങ്കിങ് സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റെക്കമെൻഡ് ആയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്മാർട്ട് കാർഡ് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ കോൾഡ് ഒരു രക്ഷയില്ലാത്ത കോൾഡാട്ടോ, മാറുന്നില്ല അങ്ങോട്ട്.
മെമ്പർഷിപ്പ്, നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നമ്മുടെ ലിങ്ക് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കാർഡുകൾ ഞാൻ ഈ മെമ്പർഷിപ്പ് റിവാർഡ് ക്രെഡിറ്റ് കാർഡിന്റെ കുറച്ച് ബെനിഫിറ്റ്സുകൾ പറയാം. നമുക്ക് 4000 ബോണസ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് നമുക്ക് ഈ കാർഡ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ഫീ എന്ന് പറയുന്നത് 1000 പ്ലസ് GST ആണ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 4500 പ്ലസ് GST ആണ്. നമുക്കത് കുറയ്ക്കാൻ പറ്റും കേട്ടോ, യൂസേജിനനുസരിച്ച് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഏൺ 1000 ബോണസ് മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ഫോർ സിംപ്ലി യൂസിങ് യുവർ കാർഡ്. നിങ്ങൾക്ക് ഒരു മാസത്തിൽ നിങ്ങൾ 4 ടൈംസ് 1500 മുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ ബോണസ് പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ നമുക്ക് ഏൺ അഡീഷണൽ 1000 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് സിംപ്ലി ബൈ സെൻഡിങ് 20000 ഓർ മോർ ഇൻ കലണ്ടർ മന്ത്. അതായത് നമുക്കിപ്പോൾ മാസത്തിൽ നമ്മൾ 20,000 മോർ അബോ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് 1000 രൂപയുടെ മെമ്പർഷിപ്പ് പോയിന്റ്സും കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് 24 കാരറ്റ് ഗോൾഡ് കളക്ഷൻസിലോ അല്ലെങ്കിൽ 18 ഫാബുലസ് ആയിട്ടുള്ള ആപ്പ് എന്താ പറയുക വൗച്ചേഴ്സോ സംഭവങ്ങളൊക്കെ ആയിട്ട് റിഡീം ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡൈനിങ്, ട്രാവൽ, കാർ റെന്റൽ, ഷോപ്പിംഗ് അങ്ങനത്തെ എല്ലാ പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. നമുക്കിതിൽ റിവാർഡ് റേറ്റ് വരുന്നത് 1 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ആണ് ഇവര് 50 rupees സ്പെൻഡ് ഇട്ടാ. ഇത് ഫ്യൂവലിൽ കിട്ടില്ല, ഇൻഷുറൻസ് ഫിന്ന് കിട്ടില്ല, അതുപോലെ തന്നെ യൂട്ടിലിറ്റീസിൽ കിട്ടില്ല, ക്യാഷ് ട്രാൻസാക്ഷന് കിട്ടില്ല, EMI-ലും കിട്ടില്ല കേട്ടോ. ഫീ വേവർ വരുന്നുണ്ട്. നമ്മുടെ നിങ്ങൾക്ക് 100% വേവ് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആനുവലി 1,50,000 സ്പെൻഡ് ചെയ്യണം. ഒരു 90,000-യും 1,50,000 ഇടയിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പകുതി വേവ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 4,500 ഫുൾ വേവ് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ 2,250 ആക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം, നമ്മുടെ യൂസേജ് അനുസരിച്ചാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് കീ ബെനിഫിറ്റ്സ് നമ്മളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാം അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾക്ക് കുറേ ബെനിഫിറ്റ്സും ട്രാവൽ ബെനിഫിറ്റ്സും അതുപോലെ തന്നെ എയർപോർട്ട് ലോഞ്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. രക്ഷയില്ലാത്ത ത്രോട്ട് ഇൻഫെക്ഷനാണ്. അപ്പോൾ പിന്നെ നമുക്കിതിൽ ഒരു അഡീഷണൽ റിവാർഡ് ഓൺ കാർഡ് റിന്യൂവൽ വരുന്നത് നമുക്ക് 5000 മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് ഫസ്റ്റ് ഇയർ കാർഡ് റിന്യൂവൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. 90 ഡേയ്സിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് ആവും ചെയ്യും. പിന്നെ നമുക്കറിയാം നോർമൽ അറിയാവുന്ന പോലെ അമേരിക്കൻ എക്സ്പ്രസ് EMI കാർഡ് ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാത്തിലും അവൈലബിൾ ആണ്. നമുക്ക് EMI എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ആപ്പിൽ കൂടെ കയറിയിട്ട് കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. നോർമൽ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ കുറച്ച് വൗച്ചേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് വേണമെങ്കിൽ താജ് വൗച്ചേഴ്സിനായിട്ട് കൺവേർട്ട് ചെയ്യാം, ഷോപ്പർ സ്റ്റോപ്പ് വൗച്ചർ ആക്കാം, തനിഷ്ക് വൗച്ചർ ആക്കാം, ആമസോൺ വൗച്ചർ ആക്കാം, ഫ്ലിപ്കാർട്ട് വൗച്ചർ ആക്കാം. അങ്ങനെ ഇഷ്ടംപോലെ വൗച്ചേഴ്സ് ആക്കാൻ പറ്റൂട്ടാ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്, പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കിട്ടില്ല കേട്ടോ. ഭയങ്കര പാടാ കിട്ടാൻ. ഓൾറെഡി നിങ്ങൾക്ക് 2-3 കാർഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള അപ്രൂവൽ ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ആരും അപ്ലൈ ചെയ്യാൻ പോകണ്ട, കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല സാലറി 6 lakh അബോ ഇൻകം മിനിമം ഉണ്ടാവണം. അതുപോലെ തന്നെ ITR-ഉം ഒരു മിനിമം 5 lakh അബോ ITR മിനിമം ഉണ്ടാവണം കേട്ടോ. 21 അബോ എന്ന ഏജ് ഒരു പ്രിഫേർഡ് പറയുന്നത്. പിന്നെ പ്ലേസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നോർമലി നിങ്ങൾക്ക് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രൂഫും സംഭവവും ഡോക്യുമെന്റും ആവശ്യമില്ല, ജസ്റ്റ് വീഡിയോ KYC മാത്രം മതി. അല്ലെങ്കിൽ നിങ്ങളോട് ITR അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാൻ പറയട്ടോ, അല്ലാണ്ട് കിട്ടില്ല, തരില്ല. എന്നുവെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവർ. കുറച്ച് ഒരു പ്രീമിയം കാർഡ് ആയതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് പാടാണ്, അത്രേ ഉള്ളൂ. ഇതിൽ ഇവർ പറഞ്ഞേക്കുന്നത് മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, പൂനെ, ഹൈദരാബാദ്, ജയ്പൂർ, ഇൻഡോർ, കോയമ്പത്തൂർ, ചണ്ഡീഗഡ്, അഹമ്മദാബാദ്, സൂറത്ത്, ലക്നൗ, ലുധിയാന, നാഗ്പൂർ, നാസിക്, ട്രിവാൻഡ്രം, മൈസൂർ ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് ഇന്നലെ കിട്ടിയുള്ളൂ ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇൻകം സംഭവമൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അത്യാവശ്യം നല്ല ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി വേണം. അതുപോലെ തന്നെ നോ പേയ്മെന്റ് ഡിഫോൾട്ട്. എന്തെങ്കിലും പേയ്മെന്റ് ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ കാർഡ് ഒന്നും മറന്നേക്കുക, കിട്ടില്ല കേട്ടാ. പിന്നെ പെർമനന്റ് റെസിഡൻസ് അഡ്രസ്സ് ആവണം ഇന്ത്യയിൽ. സെൽഫ് എംപ്ലോയ്ഡോ അല്ലെങ്കിൽ എന്താ പറയുക സാലറി ആയാലും കുഴപ്പമില്ല, പക്ഷേ മിനിമം ആ കമ്പനിയിൽ 12 മാസം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ സംഭവം മെയിനായിട്ടുള്ള വലിയ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഇനി എന്തായാലും നമ്മുടെ കാർഡ് ഡെലിവർ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താ പറയുക ഫർദർ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കാർഡിൻ്റെ ക്വാളിറ്റി സംഭവങ്ങളൊക്കെ നമുക്ക് പറയാം. എനിക്ക് തോന്നണ മെമ്പർഷിപ്പ് കാർഡോ അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് കാർഡോ ഏതാണെന്നായിരിക്കും തോന്നാൻ ചാൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി നമ്മുടെ അതിലേക്കൊന്നും വന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത് സ്മാർട്ട് കാർഡിൻ്റെ തോന്നുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വരെ എൻട്രി ലെവൽ കാർഡ് സ്മാർട്ട് കാർഡാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് കാർഡാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ മെമ്പർഷിപ്പ് കാർഡ് ആയിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളുടെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ആ കാർഡായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രക്ഷയില്ലാത്ത നോട്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വിളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാത്തവരെ ഫോളോ അടിക്കുക. ലിങ്ക് കേൾക്കാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.